ഹ്യൂമൻ ജസ്റ്റിസ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോറത്തിന് വലിയൊരു പ്രണാമം അർപ്പിക്കും. ഏകദേശം 270-300 കിലോമീറ്റർ ഞാനിവിടെ സഞ്ചരിച്ച് എത്തിയത് ഈ ഫോറത്തിന്റെ പ്രസക്തിയും ഇതേപോലുള്ള മീറ്റിങ്ങിന്റെ പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ്. അതോടൊപ്പം മാൽപാഷ സാറിനെ പോലെ ഞങ്ങൾക്ക് വളരെ ചെറുതായിരുന്നപ്പോൾ പോലും ടി വിയിലൊക്കെ കണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും മറ്റും കേട്ട് പഠിക്കാനൊക്കെ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ ശ്രീ CR വേലയ്യൻ സാറിനെ പോലെ അദ്ദേഹത്തോടൊപ്പം ചാനൽ ചർച്ചയ്ക്ക് സംവാദങ്ങൾക്കൊക്കെ ഇരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് മനോജ് ചിറ്റിലപ്പള്ളി അവർ, ശ്രീ നരേന്ദ്രൻ അവർ, ശ്രീ TL സന്തോഷ് അവർ, ശ്രീ ശശി പുളിക്കൽ അവർ, പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സൗമ്യ അവർ, എൻ്റെ സുഹൃത്തായ നമ്മുടെ പുരുഷാവകാശങ്ങളൊക്കെ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്ന ശ്രീ ജോയ് അരക്കൽ സാർ, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം നിങ്ങൾ ഓരോരുത്തർ പറഞ്ഞുകൊണ്ട് ആദ്യ പോയിന്റ് ഒരു ചോദ്യം ചോദിച്ചാൽ തുടങ്ങാം. ഞാൻ ഇതിനെ കുറിച്ച് മുഖവരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അടിസ്ഥാനപരമായി ഞാനൊരു ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്. എനിക്ക് നിങ്ങളിൽ അറിയാൻ ആഗ്രഹമുള്ളത്, നിങ്ങളിൽ എത്ര പേർ, നിങ്ങൾക്ക് ഇടതുപക്ഷമാകാം, വലതുപക്ഷമാകാം, മധ്യപക്ഷമാകാം, വ്യത്യസ്ത പക്ഷങ്ങളുള്ള ആൾക്കാർ ഇടയിലുണ്ടാകും. നിങ്ങളിൽ എത്ര പേരാണ് ഈ ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരായിട്ടുള്ളത്, അല്ലെങ്കിൽ സൈദ്ധാന്തിക CPM CPO ഒന്നും ആവണമെന്നില്ല, ലെഫ്റ്റ് ഓഫ് ദി സെന്റർ നിൽക്കുന്ന ആൾക്കാർ എത്ര പേരാണ്? ദയവായി കൈ നോക്കാം. റൈറ്റ് ഓഫ് ദി സെന്റർ നിൽക്കുന്ന ആൾക്കാർ എത്ര പേരാണ്? കൈ നോക്കാം. നിഷ്പക്ഷമായി നിൽക്കുന്ന ആൾക്കാർ എത്ര പേരാണ്? കൈ നോക്കാം. ഇതിലെ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിഷ്പക്ഷം ഒരു പക്ഷം ഇല്ലെന്നും ഏതെങ്കിലും രീതിയിൽ ഒരു പക്ഷം എടുക്കുന്നതാണ് പോളിസിയോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നത്. പക്ഷെ ഉദ്ദേശിച്ചത് ഒബ്ജക്റ്റീവ് എന്നായിരിക്കാം, വസ്തുനിഷ്ഠം എന്ന അർത്ഥത്തിലായിരിക്കാം നിങ്ങൾ നിഷ്പക്ഷം ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ജനാധിപത്യം അല്ലെങ്കിൽ ഭരണഘടന അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അമേരിക്കക്കാരിൽ നിന്ന് ഒരു കാര്യം കണ്ടുപഠിക്കേണ്ടതും അത് അവരുടെ പൊളിറ്റിക്കൽ ഓണസ്റ്റിയാണ്, അഥവാ രാഷ്ട്രീയ സത്യസന്ധത. അമേരിക്കയിലെ കോടതിയിലെ ജഡ്ജിമാരെ പോലും ഇവർ വലതുപക്ഷ ജഡ്ജിമാരാണ്, ഇവർ ഇടതുപക്ഷ ജഡ്ജിമാരാണ്. അതിന്റെ നടുക്ക് ചീഫ് ജസ്റ്റിസ് ആയിട്ട് പൊതുവെ ഒരു സെൻട്രിസ്റ്റ് ജഡ്ജി, മധ്യവർത്തിയായ ജഡ്ജി വരുന്നത് എന്ന് ഓപ്പൺലി പറയുന്നവരാണ്. അവരെതിരെ വിളിക്കുന്നത് ലെഫ്റ്റ് ജഡ്ജിമാരെ ലിബറൽ ജഡ്ജിമാരെന്നും, റൈറ്റ് ലീനിങ് ആയ ജഡ്ജിമാരെ കൺസർവേറ്റീവ് ജഡ്ജി എന്നും, മറ്റേത് സെൻട്രിസ്റ്റോ കൺസെൻസസ് ബിൽഡിംഗ് ജഡ്ജിയോ എന്നുമാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ അപകടങ്ങളിലൊന്ന് നമ്മൾക്ക് രാഷ്ട്രീയ സത്യസന്ധത വളരെ കുറവാണ്. എല്ലാവരും നിഷ്പക്ഷരാണെന്നും രാഷ്ട്രീയമില്ലാത്തവരാണെന്നും പറയുകയും എന്നാൽ തങ്ങളുടെ രാഷ്ട്രീയമാണ് ശരിയായ രാഷ്ട്രീയമെന്നും ബാക്കി രാഷ്ട്രീയം തെറ്റാണെന്ന് ആശയങ്ങൾ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നവരാണ് നമ്മളിലെല്ലാം. ഇടതുപക്ഷക്കാരാണെങ്കിൽ, വിശാല സെന്റർ ടു ലെഫ്റ്റ് നിൽക്കുന്നവരാണെങ്കിൽ അവർ സ്വയം തങ്ങളെ മതേതരനെന്നും തുടങ്ങിയ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചാൽ മതി. വലതുപക്ഷക്കാരെ വിളിക്കുന്നത് വലതുപക്ഷക്കാരല്ല, ഞങ്ങൾ രാജ്യസ്നേഹികളാണ്, ദേശസ്നേഹികളാണ്, ബാക്കി എല്ലാവരും രാജ്യദ്രോഹികളാണ് എന്ന് വിളിക്കുന്നതാണ്. കുറെ കൂടെ ആത്മാർത്ഥമായി എന്താണ് ഈ പൊളിറ്റിക്കൽ സ്പെക്ട്രം എന്ന് തുടങ്ങുകയാണെങ്കിലാണ് നമുക്ക് ജനാധിപത്യത്തെ, ഭരണഘടനയെ, ജുഡീഷ്യറിയെ വ്യാഖ്യാനിക്കാൻ കഴിയും. ജഡ്ജിമാർക്ക് രാഷ്ട്രീയമുണ്ടോ? 100% ജഡ്ജിമാർക്ക് രാഷ്ട്രീയമുണ്ട്. പേരെടുത്ത് പറയുകയാണെങ്കിൽ വ്യത്യസ്ത ജഡ്ജിമാരുടെ രാഷ്ട്രീയം അടക്കം ഇവിടെ എനിക്ക് ഊന്നി പറയാൻ കഴിയും. അതിനർത്ഥം നാളെ അവർക്ക് താല്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയിലെ ഒരാൾ കൊലപാതക കുറ്റം ചെയ്തിട്ട് വന്നാൽ അയാളെ ശിക്ഷിക്കില്ല എന്നല്ല. പകരം നേരത്തെ ശ്രീ CR വേലയ്യൻ പറഞ്ഞതുപോലെ പബ്ലിക് പോളിസി, പൊതു നയങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ഏത് ഭാഗത്തോട് ചേർന്ന് നിന്നാണ് അവർ ആ വ്യാഖ്യാനം നടത്തുന്നത്. ഇതാണ് ലിബറൽ അല്ലെങ്കിൽ കൺസർവേറ്റീവ്. അമേരിക്കയിലെ പറഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അമേരിക്കയുടെ പശ്ചാത്തലത്തിൽ റൈറ്റ് വിങ്ങിനോടോ സെന്റർ റൈറ്റിനോടോ ചേർന്ന് നിൽക്കുന്നതാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിലെ ക്രിസ്ത്യൻ, വലതുപക്ഷ അല്ലെങ്കിൽ വലത് ലീനിങ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് ഈ വിഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യവും അതിന്റെ പോപ്പുലിസ്റ്റ് നേതാവുമാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. അവിടുത്തെ സെന്റർ ലെഫ്റ്റ്, ലിബറൽ, പ്രോഗ്രസീവ്, സെക്കുലർ എന്നൊക്കെ വിളിക്കുന്നതാണ് അവിടുത്തെ ഡെമോക്രാറ്റിക് പാർട്ടി. ബറാക് ഒബാമ മുതൽ ജോ ബൈഡൻ മുതൽ ആൾക്കാരുള്ളത്. ഇനി നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ നമ്മുടെ നാട്ടിൽ ഈ റൈറ്റ് ലീനിങ് സ്പേസസ് അല്ലെങ്കിൽ റൈറ്റ് ലീനിങ് സ്പേസസ് കൈകാര്യം ചെയ്യുന്നത് BJP RSSുമാണ്. സെന്റർ ലെഫ്റ്റ് നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. ലെഫ്റ്റിലേക്ക്, കോൺഗ്രസിൽ നിന്നും കുറച്ചുകൂടെ ലെഫ്റ്റിലേക്ക് നിൽക്കുന്നത് CPI ആണ്. CPIയിൽ നിന്നും കുറച്ചുകൂടെ ലെഫ്റ്റിലേക്ക് നിൽക്കുന്നത് CPM ആണ്. അതുകൊണ്ടാണ് CPMകാർ CPIയെ ഇടതിലെ വലതന്മാർ എന്ന് പറയും. ഇതൊരു പൊളിറ്റിക്കൽ സ്പെക്ട്രമാണ്. അതായത് നമ്മളൊരു വര വരച്ചാൽ പൊളിറ്റിക്കൽ ആക്സസിൽ ഇവർ എവിടെ നിൽക്കുന്നു ഈസിയായി നമുക്ക് വരച്ചെടുക്കാം. നമുക്ക് ChatGPTയിലോ ഗൂഗിളിലോ പോയാൽ നിങ്ങൾക്ക് കൃത്യമായി വരച്ചെടുക്കാം.
ഇതിൽ ശരിയും തെറ്റൊന്നുമില്ല. ഇതാണ് നമ്മുടെ നയം, പോളിസി, പാരഡൈം, പരിപ്രേക്ഷ്യം. നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ നെഹ്റുജിയാണ് സെന്റർ ലെഫ്റ്റ് നിൽക്കുന്നത്, സർദാർ പട്ടേലാണ് സെന്റർ റൈറ്റ് നിൽക്കുന്നത്. ഇവർ തമ്മിൽ ഏറ്റവും വലിയ ആത്മബന്ധവും ഇഷ്ടവുമായിരുന്നു. ആശയപരമായ 100 കാര്യങ്ങളിൽ അവർ യോജിച്ചു. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ, ഗാന്ധിജിയുടെ കാര്യത്തിൽ, ഒരുമയുടെ കാര്യത്തിൽ അവർ ഒന്നിക്കുകയും ചെയ്തു. നെഹ്റുജി പുരോഗമനവാദി, മതേതര സ്വഭാവമുള്ളവരും മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന നിലപാടുള്ളവരും ജാതി മത രാഷ്ട്രീയ സ്വത്വങ്ങൾ രാഷ്ട്രീയത്തിൽ കഴിയുന്നതും കുറയ്ക്കണമെന്ന അഭിപ്രായമുള്ള ലെഫ്റ്റ്, ലിബറൽ, പ്രോഗ്രസീവ്, സെക്യുലർ, ഹ്യൂമനിസ്റ്റിക് എന്നൊക്കെ പറയുന്ന നിലപാടുള്ള വ്യക്തിയാണ്. അത് നല്ലതാണ്. അതൊരു നിലപാട് തറയാണ് അഥവാ പാരഡൈമാണ്. എന്നാൽ സർദാർ പട്ടേൽ നേരെ തിരിച്ച് അങ്ങനെയായിരുന്നില്ല. കുറച്ച് റൈറ്റ് കൺസർവേറ്റീവ് ആയിരുന്നു. RSS അടക്കമുള്ള പ്രസ്ഥാനങ്ങളോട് മൃദുഭാവവും ചില സമയങ്ങളിൽ നിരോധന ഭാവവും ഒക്കെ എടുത്തിട്ടുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് സർദാർ പട്ടേലിനെ ഇഷ്ടവും അദ്ദേഹത്തിന്റെ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഭ ഉണ്ടാകും. അപ്പോൾ നെഹ്റുജി സെന്റർ ലെഫ്റ്റ് ആയിരുന്നു, സർദാർ പട്ടേൽ സെന്റർ റൈറ്റ് ആയിരുന്നു. ഇവരെ ഒന്നിപ്പിച്ചിരുന്ന സെന്റർ ആയിരുന്നു മഹാത്മാഗാന്ധി. സെൻട്രിസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ മധ്യവർത്തി നിലപാട് എടുക്കുന്ന വ്യക്തി. നെഹ്റുജിയിൽ നിന്നും ലെഫ്റ്റിലേക്ക് പോകുന്നതാണ് അന്നത്തെ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ. അതാണ് പിന്നീട് നമ്മുടെ നാട്ടിൽ CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്നീട് CPM ഒക്കെ മാറിയത്. നമ്മുടെ മഹാനായ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാട് അടക്കമുള്ളവർ ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ആയിരുന്നു. കോൺഗ്രസിൽ ഈ ഒരു വലതുപക്ഷം ഉണ്ടായിരുന്നു. അവരാണ് സർദാർ പട്ടേൽ, KM മുൻഷി, ശ്രീ രാജഗോപാലാചാരി, ഇന്ത്യയിലെ ആദ്യ വലതുപക്ഷ പാർട്ടിയായ സ്വതന്ത്ര പാർട്ടി തുടങ്ങിയ രാജഗോപാലാചാരി, KM മുൻഷി, ഭാരതീയ വിദ്യാഭവൻ തുടങ്ങിയ KM മുൻഷി അടക്കമുള്ള ആൾക്കാർ. ഇവരിൽ നിന്നും കുറെ കൂടെ വലത്തേക്കാണ് ഈ ഹിന്ദുത്വ പക്ഷത്തിലെ ആൾക്കാർ വയ്ക്കുന്നത്. അതിലെ ശ്യാമപ്രസാദ് മുഖർജി ഒക്കെയാണ് ആദ്യ ഭരണഘടനയിലെ ആദ്യ മന്ത്രിസഭയിലെ മന്ത്രിമാരായി പോലും നെഹ്റുജി കൊണ്ടുവന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. ഇത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ഇത് ഒരു രാഷ്ട്രത്തിന്റെ ബാലൻസിങ് മെക്കാനിസമാണ്. ഇതേപോലെ ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങും എല്ലാ പാർട്ടികളിലും എല്ലാ രാഷ്ട്രീയ സംസ്ഥാനങ്ങളിലും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പറഞ്ഞാൽ പെട്ടെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും. കേരളത്തിലെ കോൺഗ്രസിൽ, അതായത് കേരളത്തിൽ പ്രമുഖമായി നിൽക്കുന്ന ഇപ്പൊ നമ്മുടെ പ്രതീക്ഷമായ കോൺഗ്രസിൽ ഇതേപോലെ സെന്റർ ലെഫ്റ്റ് നിൽക്കുന്ന ആളാണ് ശ്രീ VD സതീശൻ. സെന്റർ ലെഫ്റ്റ് നിൽക്കുന്ന ആളാണ് ശ്രീ VT ബൽറാം അടക്കമുള്ള നെഹ്റുവിയൻ ലൈൻ പെട്ടിട്ടുന്ന ആൾക്കാർ. എന്നാൽ നേരെ തിരിച്ച് സെന്റർ റൈറ്റിലേക്ക് നിൽക്കുന്ന സമുദായം, സ്വത്വം, ഇതിനൊക്കെ കൂടെ പ്രാധാന്യം വേണമെന്ന് പറയുന്ന ആളാണ് ശ്രീ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ ശ്രീ ശശി തരൂർ. ഇതേപോലെ എല്ലാ പാർട്ടികളിലും ഈ ഇടത് വലത് മധ്യം എന്ന് പറയുന്ന ഒരു കാര്യം ഇതിനെ ഓണസ്റ്റ്ലി മനസ്സിലാക്കാതെ ഇതിന്റെ ചുറ്റും നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ പോയിന്റ്. അതായത് ഏതൊരു രാജ്യത്തിന്റെയും നിലപാട്, നയങ്ങൾ ഉണ്ടാകുന്നത് റൈറ്റ് വിങ്, ലെഫ്റ്റ് വിങ്, സെന്റർ കൺസെൻസസ് പോലുള്ള കാര്യങ്ങളിലാണ്. നേരത്തെ CCR നാരായണൻ സാർ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് ഉപയോഗിച്ചു, അതാണ് ഡീപ് സ്റ്റേറ്റ്. ഈ ഡീപ് സ്റ്റേറ്റുകൾ പലപ്പോഴും ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു പോളിസിക്ക് കൺസോൾട്ടേഷൻ കിട്ടുമ്പോൾ അതിലേക്ക് മാത്രം പോകുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നയത്തിനോ പക്ഷത്തിനോ ശക്തി കിട്ടുമ്പോൾ അങ്ങോട്ട് പോകുന്നതോ ഒക്കെയാണ്. അപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ അറിയണം. അതിനനുസരിച്ചേ നമുക്ക് കൺസെൻസസ് ബിൽഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ഞാനൊരു ഹിന്ദു വലത് ലീനിങ് ആക്ടിവിസ്റ്റാണ്. എന്നാൽ ഗോഡ്സേവാദികൾ തീവ്ര വലതുപക്ഷവാദികളാണ്, ഹിന്ദുത്വ തീവ്രവാദികളാണ്, രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്നവരാണ്, അവർ അൾട്രാ റൈറ്റ് വിങ് ആണ്. ഇതേപോലെ അൾട്രാ ലെഫ്റ്റ് വിങ് ഉണ്ട്. അവരെയാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ വിപ്ലവ വായാടികൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ തീവ്ര അർബൻ നക്സലുകൾ എന്നാണ് വലതുപക്ഷക്കാരെ വിളിക്കുന്നത്. മറുപക്ഷത്ത് ഇപ്പുറത്ത് വലതുപക്ഷത്ത് അർബൻ നാസികളുമുണ്ട്. അവരൊക്കെയാണ് ക്രിസ്മസിനെ ആക്രമിക്കുന്നത്, കന്യാസ്ത്രീമാരെ ആക്രമിക്കുന്നത്, ക്രിസ്മസ് ആഘോഷങ്ങൾ നശിപ്പിക്കുന്നത്. ഈ പൊളിറ്റിക്കൽ സ്പെക്ട്രം അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രതലം മനസ്സിലാക്കാൻ കഴിയൂ. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ രാഷ്ട്രീയ പ്രതലം മനസ്സിലാക്കിയാലേ, രാഷ്ട്രീയ സാമുദായിക പ്രതലങ്ങൾ മനസ്സിലാക്കിയാലേ നമുക്കിതിൽ കൺസെൻസസുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഉദാഹരണം, ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ എക്കണോമി ബേസ്ഡ് പൊളിറ്റിക്സ്, വലതുപക്ഷം എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ബേസ്ഡ് പൊളിറ്റിക്സ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക അടിസ്ഥാനമാണ് എല്ലാത്തിനും ബേസ് എന്നുള്ള രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളാണ് ലെഫ്റ്റ് വിങ് എന്ന് പറയുന്നത്. വലതുപക്ഷം എന്ന് പറഞ്ഞാൽ സ്വത്വാധിഷ്ഠിതം, ഐഡന്റിറ്റി ബേസ്ഡ് പൊളിറ്റിക്സ് എന്ന രീതിയിലാണ്. ഇതിനെ ഫ്രഞ്ച് റവല്യൂഷനുമായിട്ടൊക്കെ കൂട്ടിക്കെട്ടുന്നവരുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ പഠിച്ചാൽ ഫിലോസഫിയിലെ, ഞാൻ ഫിലോസഫിയുടെ വിദ്യാർത്ഥിയാണ്, നേച്ചർ വേഴ്സസ് നർച്ചർ എന്ന് പറയുന്ന ആശയ ലോകത്തിലേക്കാണ് വരുന്നത്. അതായത് ഒരു വ്യക്തി എത്രമാത്രം ജന്മന ഉള്ള കാര്യങ്ങളുണ്ട്, എത്രമാത്രം സമൂഹം അതിനെ സ്വാധീനിക്കും. ലെഫ്റ്റ് വിങ്ങിലാണ് പറയുന്നത് സമൂഹമാണ് കൂടുതൽ, റൈറ്റ് വിങ്ങിലാണ് പറയുന്നത് ആ വ്യക്തിയുടെ ജനറ്റിക്സ് അടക്കമുള്ള കാര്യങ്ങളാണ് കൂടുതൽ. ഇതിലേക്കാണ് ആത്യന്തികമായി എത്തുക. ഇനി രണ്ട്, ഇത് മനസ്സിലാക്കി നമ്മൾ എങ്ങനെയാണ് ഒരു പ്രതലം സ്വീകരിക്കുന്നത്, കൺസെൻസസ് സ്വീകരിക്കുന്നത്.
പലപ്പോഴും ഞാൻ പറയാനുള്ള വളരെ പ്രമുഖമായ ഉദാഹരണമാണ് നമ്മുടെ ഇന്ത്യയുടെ കൊടി. ഇതാ ഈ ഇന്ത്യയുടെ കൊടിയിൽ കുങ്കുമവും വെള്ളയും പച്ചയും. എന്താണ് ഇതിന്റെ അർത്ഥം?